അങ്ങനെ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു. വീട്ടിലേക്ക് പോവുക. ഇനി അവിടെ ചെന്നിട്ട് വേണം അടുത്ത അംഗം തുടങ്ങാനായിട്ട്. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമും കൂടിയാണേ. ജോലിയുള്ള അമ്മമാർക്ക് പ്രത്യേകം മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്. അത് പറഞ്ഞപ്പോഴോർത്തെ ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരുമില്ല കേട്ടോ. കാരണം അവരപ്പനും മക്കളും കൂടെ ചൂണ്ടയിടാൻ പോയേക്കുക. എൻ്റെ ദൈവമേ, ഈ ഇടയായിട്ട് എൻ്റെ കൊച്ചിനെ മീൻപിടുത്തെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഹരമായിട്ട് മാറിയിട്ടുണ്ട്. കുഞ്ഞിനിയുടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചും അവൻ്റെ ഫാദറും കൂടിയാണ് ഈ മീൻ പിടിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞത്. അന്ന് തുടങ്ങി അവരെന്ന് പുറത്തു പോയാലും കൊച്ചിനെ വിളിക്കും. അപ്പോൾ പുള്ളിയും ചൂണ്ടയൊക്കെ ആയിട്ട് പോയി. ഇപ്പോൾ ഈ മീൻപിടുത്തം തന്നെയാണ് പരിപാടി. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് തോന്നുന്നിടത്ത് പോയി ചൂണ്ടയിടാനൊന്നും പറ്റില്ല കേട്ടോ. അതിന് പ്രത്യേകിച്ചും തോട്ടിലിടാൻ ഒരു ലൈസൻസ്, പുഴയിലിടാൻ വേറെ ലൈസൻസ്, അങ്ങനെ ഒന്നും പറയണ്ട. കുട്ടൂസിനിപ്പം ഈ പറഞ്ഞ ലൈസൻസുകളെല്ലാം കരസ്ഥമാക്കിയിട്ടാണ് ഈ മീൻ പിടിക്കാൻ പോകുന്നത്. ഒരു കണക്കി പറഞ്ഞാൽ 10-14 യൂറോ ഒക്കെ വരുന്ന മീന് വീട്ടിൽ കൊണ്ട് ഇങ്ങനെ വറുത്ത് പൊരിച്ച് തിന്നാനും അത് നമ്മൾ സ്വന്തമായിട്ട് പിടിച്ചതാവുമ്പം ഒരു പ്രത്യേക സന്തോഷം കൂടിയല്ലേ. പിന്നെ ഒരാൾക്ക് ഒരു കാര്യത്തോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വെറുതെ നിരുത്സാഹപ്പെടുത്താൻ പോവുകയും വേണ്ടല്ലോ. പിള്ളേർക്കും 2 ചൂണ്ടയൊക്കെ മേടിച്ചു കൊടുത്ത് അവർ 3 പേരും കൂടെ ഇന്ന് പോയിട്ടുണ്ട്. ഞാൻ കുട്ടിസിനോട് ഇടയ്ക്ക് പറയും, നീ ഇപ്പം ഇറ്റലിയിലെ ആസ്ഥാന മീൻപിടുത്തക്കാരനായി മാറുമല്ലോ കുട്ടിസാന്ന്. എന്തായാലും പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അവർക്കിതൊക്കെ നല്ല നേരം പോക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവർ മുങ്ങും. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.